എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിയൽമി 10 Pro Plusൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടധികം ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയൽമി 10 Proയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി 10 Pro എന്ന ഡിവൈസിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു ക്വിക്ക് റിവ്യൂ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് വരുന്നത്. സോ ഇത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എൻ്റയർലി ഒരു യെല്ലോ കളർ ബോക്സിംഗ് പാക്കേജ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിനകത്ത് ഇടുന്ന കണ്ടൻസ് എന്താണെന്നൊന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് ചൈനീസിൽ എഴുതിക്കൊണ്ട് താഴെ റിയൽമിയുടെ ബ്രാൻഡിങ്ങും കൂടെ കാണാൻ രീതിയിലുള്ള ഒരു ചെറിയ ഒരു ടോപ്പ് ഷീൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ടോപ്പ് ഷീലിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സിലിക്കൺ കേസും അതോടൊപ്പം തന്നെ സിം സെക്ഷൻ പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല, നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ എന്തായാലും നമുക്ക് ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കാം. ഏകദേശം നമുക്ക് ഹോണറിൻ്റെ ഒരു ലുക്കൊക്കെ ഈ ഒരു ക്യാമറ ഡിസൈനിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഡിവൈസ് എടുത്തതിന് ശേഷം ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ച് ബോക്സിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ കണ്ടൻസ് കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു സാധാരണ നോർമൽ 33 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജർ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ USB Type A to Type C കേബിളും കൂടെ കാണാനായിട്ട് പറ്റും. സോ വളരെ നോർമലായിട്ടുള്ള ചാർജറാണ് റിയൽമി ഇപ്രാവശ്യം ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ചാർജറൊന്നുമല്ല. എന്തായാലും നമുക്ക് ഡിവൈസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 10 Pro എന്ന് പറയുന്ന ഡിവൈസ്. സോ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിലുള്ള ബോക്സിങ് ഡിസൈനാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഇയർ പീസിൽ സ്പീക്കർ കാണാനായിട്ട് പറ്റും. സോ അതും ഒരു സെക്കൻഡറി സ്പീക്കറാണ്. താഴെ നമ്മുടെ പ്രൈമറി സ്പീക്കർ, Type C പോർട്ട്, അതോടൊപ്പം തന്നെ 3.5 ഓഡിയോ ജാക്ക്, ഒരു മൈക്ക്, അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബോക്സ് ഡിസൈനും കണ്ടിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സെക്കൻഡറി മൈക്ക് ഉണ്ട്. താഴെ കണ്ടുള്ള പ്രൈമറിക്ക് ഒരു സെക്കൻഡറി ആയിട്ടൊരു മൈക്കും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പവർ കീയിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതോടൊപ്പം തന്നെ വോളിയം റോക്കേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവർവ്യൂവിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. സോ ഇവിടെയായിട്ട് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ഫിനിഷാണ്, ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഗ്ലാസ് സ്ട്രൈപ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയത് ഈ ഒരു ഭാഗത്താണ്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.72 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 109 cm² വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ എന്തിനാണോ എന്തോ IPS LCD ഒരു പാനൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ റെഡ്മിയിലെ പല ഫോണുകളും 12,000 രൂപയ്ക്ക് താഴെ AMOLED പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും 15,000 18,000 രൂപയ്ക്ക് ആ ഒരു അടുപ്പിച്ച് റേഞ്ചിൽ വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഒരു IPS LCD പാനൽ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാടധികം എന്തോ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി. പിന്നെ നമുക്ക് 108 MP സെൻസർ ഇതിൻ്റെ ബാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് വെച്ച് 1080p 30fps ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കോൺസായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ഒരുപാടധികം എഫർട്ട് എടുത്തിട്ട് വീഡിയോ ആണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.